2025 റിലീസായ ഗോസ്റ്റ് കില്ലർ എന്ന വളരെ ത്രില്ലിംഗ് ആയ ഒരു ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് രാത്രി സമയം ഒരാളെ ഒരു 3-4 പേര് ചേർന്ന് കൊല്ലാനായി ശ്രമിക്കുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ്. ആ 3-4 പേരെ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്ന ആളാണ് നമ്മുടെ കഥാനായകനായ കുഡോ. കുഡോ തന്നെ ആക്രമിക്കാനായി എത്തിയവരെ നിഷ്പ്രയാസം തിരിച്ചാക്രമിച്ച് അവരുടെ കഥ കഴിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അവിടെ നിന്ന് പോകും മുന്നേ ആരോ പുറകെന്ന് കുഡോയെ വെടിവെച്ചിടുന്നു. കുഡോ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി അടുത്ത നിമിഷം തന്നെ ആ ഒരു ഏരിയ മുഴുവൻ അങ്ങനെ ഒരു മരണമോ കൊലപാതകമോ നടന്നിട്ടില്ലാത്ത രീതിയിൽ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യുന്നുണ്ട്. കുഡോയുടെ ഒഴുകി വന്ന ആ ഒരു രക്തമെല്ലാം ക്ലീൻ ചെയ്യുന്നു, മൃതദേഹം മാറ്റുന്നു. അങ്ങനെ അടിമുടി അവിടെ ക്ലീൻ ആക്കിയിടുന്നു. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും വളരെ പ്രീ പ്ലാൻഡ് ആയി നടന്ന ഒരു അറ്റാക്ക് തന്നെയാണ് എന്നത് തീർച്ച. എങ്കിലും ആരാണ് കൊന്നതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ അവിടെ എല്ലാം ക്ലീൻ ചെയ്തെങ്കിലും ഒരേ ഒരു കാര്യം അവിടെ നിന്ന് മാറ്റാനായി അവർ മറന്നിരുന്നു. അതാ ഒരു ബുള്ളറ്റിന്റെ കേസാണ്. വെടിവെക്കുന്ന ടീം തെറിച്ചത് പുറത്തു പോവുമല്ലോ, അങ്ങനെ അത് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. എന്തായാലും അത് അവിടെ തന്നെ ക്ലീൻ ചെയ്യാതെ കിടക്കുന്നു. രാത്രിയാണ് ഈ കൊലപാതകവും ക്ലീനിങ്ങും ഒക്കെ നടന്നത്. അടുത്ത ദിവസം രാവിലെ അതുവഴി വാക്കിങ്ങിന് പോകുന്ന ഒരാൾ ഇത് ശ്രദ്ധിക്കാതെ അതില് കാലുകൊണ്ട് അറിയാതെ തട്ടി ആ ഒരു ബുള്ളറ്റ് കേസ് അങ്ങനെ തെറിച്ച് മറ്റൊരിടത്തേക്ക് വീഴുന്നു. അവിടുന്ന് അത് മറ്റൊരാൾ അറിയാതെ തട്ടി ഇങ്ങനെ പലയിടങ്ങളിലേക്ക് അത് തട്ടിമറിഞ്ഞു ഒടുക്കം ഒരു സ്ഥലത്ത് പോയി കിടക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ ഫൂമിക്കയാണ്. ഫൂമിക്ക ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. രാവിലെ ഒക്കെ പഠിക്കാൻ പോകുന്നവൾ രാത്രി പാർട്ട് ടൈമായി ഒരു റെസ്റ്റോറന്റിലെ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ലൈഫ് പോകുന്നതിന്റെ ഇടയിലാണ് അവൾക്ക് ഡേറ്റിങ്ങിനായി ഒരാൾ സെറ്റ് ആവുന്നത്. ആളെ കാണാനായി ഇങ്ങനെ ഒരു ദിവസം രാത്രി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അവൾ പോകുന്നുണ്ടെങ്കിലും അയാളെ കാണുമ്പോൾ തന്നെ ഇയാൾ ഒരു ബോറനാണ്, അവളുടെ വൈബുള്ള ആളെ അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം അയാളെ ഒഴിവാക്കി അങ്ങനെ തിരിച്ചവൾ വീട്ടിലേക്ക് പോകുന്നു. വീടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും നേരം ഏതാണ്ട് വെളുത്തിരുന്നു. പോകും വഴി അത്രയും നേരം അവിടെ കിടന്നിട്ടും ആരും ശ്രദ്ധിക്കാതെ പോയ ആ ഒരു ബുള്ളറ്റ് കേസ് ഭൂമികയുടെ കണ്ണിൽ പെടുന്നുണ്ട്. അവൾ അത് എടുക്കുന്നു ഒരു കൗതുകത്തിന്റെ പുറത്ത്. അത് എടുത്ത ഉടനെ തന്നെ കുഡോയ്ക്ക് സംഭവിച്ച ആ ഒരു ഫ്ലാഷ് ബാക്ക് വളരെ അവ്യക്തമായ രീതിയിൽ അവൾക്ക് ഒരു ഇല്യൂഷൻ കണക്ക് തോന്നുന്നുണ്ട്. ആരോ ഇരുട്ടത്ത് നിന്ന് ആരെയോ വെടിവെച്ചിടുന്ന കണക്ക്. ഇതെന്താ എനിക്കിപ്പോ ഇങ്ങനെ ഒരു തോന്നല്? ഇന്നലെ ഉറക്കുളച്ചതുകൊണ്ടായിരിക്കും. അയാളുടെ വാചകോടി കേട്ട് എന്റെ ഇന്നലത്തെ ദിവസം പോയി എന്ന് പറഞ്ഞ് അവളത് വലിയ കാര്യമാക്കാതെ അങ്ങനെ വീട്ടിലേക്ക് തന്നെ പുറപ്പെടുന്നു. ഈ സമയം ഭൂമികയുടെ പിന്നിലായി ആരോ നിൽക്കുന്നത് നമുക്ക് കാണാം, പക്ഷെ അവൾ കണ്ടില്ല. അങ്ങനെ എന്തായാലും ഭൂമിക അവളുടെ വീടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഫ്രണ്ടായ ലീഡ കാത്തിരിപ്പുണ്ടായിരുന്നു. ലീഡ ഭൂമികയുടെ വളരെ ക്ലോസ് ആയ ഫ്രണ്ടാണ്. ലീഡയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവര് തമ്മിൽ പ്രശ്നങ്ങൾ വന്ന് ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണമൊക്കെ കിട്ടിക്കഴിഞ്ഞ് പിണങ്ങി ഭൂമികയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ലീഡയുടെ ഒരു പതിവ് ശീലമാണ്. ഇത്തവണയും അതുപോലെ വന്നതാണ്. പ്രശ്നം തീരുമ്പോ അങ്ങ് പോകും. എന്തായാലും ലീഡയെ കാണുമ്പോഴേ കാര്യം മനസ്സിലാക്കുന്ന ഭൂമിക ശരി വാന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചോണ്ട് പോകുന്നു. എന്നാലും അങ്ങനെ വീട്ടിൽ വന്ന് കയറുമ്പോ അവിടെ ഭൂമിക നമ്മുടെ കുഡോയെ കാണുന്നുണ്ട്. കുഡോ ആക്ച്വലി ശരീരത്ത് വെടിയേറ്റ് മരിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുഡോയെ വെടിവെച്ചപ്പോ പുറത്തുപോയ ആ ഒരു ബുള്ളറ്റ് കേസ് ഭൂമിക എടുത്തത് കൊണ്ടാകാം അവളെ ഇപ്പൊ തേടി കുഡോയുടെ ആത്മാവ് എത്തിയിരിക്കുന്നത്. എന്തായാലും കുഡോ ഇങ്ങനെ ശരീരത്ത് മുറിവായി ചോരയെ കുലിപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കണ്ട് ഇതൊരു പ്രേതമാണെന്നൊന്നും ഭൂമികയ്ക്ക് മനസ്സിലാവുന്നില്ല. അവൾ അയാളെ ഒരു മനുഷ്യനായിട്ട് കണക്കാക്കുന്നുള്ളൂ. അതും ഇത് ആരാ എന്താണെന്ന് അറിയാതെ പെട്ടെന്ന് തന്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളെ കണ്ടവൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. കൂടാതെ ഉടനെ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ ലിഡയുടെ ആരെങ്കിലും ആണോ? അവളാണോ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കാതെ എന്റെ വീട്ടിൽ കയറിയത് എന്നൊക്കെയാണ്. കാരണം പുറത്ത് ലീഡ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ആരെങ്കിലും ആയിരിക്കാം ഇതെന്ന് കരുതി ഭൂമിക്ക് അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഇത് കേട്ട് നിൽക്കുന്ന ലീഡ ഒന്ന് ഞെട്ടുന്നുണ്ട്. നീ ഇത് ആരോടെ സംസാരിക്കുന്നത്? ഇവിടെ നമ്മൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ, വേറെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ലീഡ ചോദിക്കുമ്പോ നീ എന്തീ പറയുന്നേ? അയാൾ അവിടെ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് പച്ചയ്ക്ക് നിന്നിട്ട് നിനക്കത് കാണുന്നില്ലേന്ന് ലീഡയോട് ഭൂമിക ചോദിക്കുമ്പോ എനിക്കാരും കാണുന്നില്ല എന്ന് പറയുന്ന ലീഡ നീ അതുപോലെ പ്രേതമാണോ എന്ന് ഭൂമിക്കയോട് ചോദിക്കുമ്പോ ഭൂമിക്കയുടെ കിളി പോകുന്നുണ്ട്. അയ്യോ പ്രേതമോ എന്ന്. ഭൂമിക്ക് ഈ വെപ്രാളം കാണിക്കുന്നുണ്ട്. ലീഡ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് അവളെ ഒന്ന് ഓക്കെ ആക്കിയ ശേഷം അങ്ങോട്ടേക്ക് നോക്കുന്ന ഭൂമിക അവിടെ ആ ഒരു രൂപത്തെ കാണുന്നില്ല. ഓ ആ പ്രേതം പോയല്ലോ എന്ന് ഭൂമിക ഒന്ന് ശ്വാസം വിടുമ്പോഴേക്കും ലീഡയ്ക്ക് അർജന്റായ ഒരു മെസ്സേജ് വരുന്നു. അവൾ വേഗം തന്നെ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ ലീഡയെ യാത്രയാക്കാനായി ഡോറിന്റെ അവിടം വരെ ഭൂമിക പോകുമ്പോഴേക്കും ആരാ നിന്റെ ഫ്രണ്ട് ആണോ എന്നൊരു ശബ്ദം കേട്ട് ഭൂമിക തിരിഞ്ഞു നോക്കുമ്പോൾ ദേ ആ പ്രേതം വീണ്ടും. അവൾ ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടാനായി ശ്രമിക്കുമ്പോഴേക്കും മറിഞ്ഞടിച്ച് താഴെ വീഴുന്നു. ഇത് കണ്ട് കുഡോ അവൾക്കൊരു കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാനായി അവളുടെ കൈയിൽ തൊട്ട ശേഷം പിന്നെ പറയണോ കാര്യം, കുഡോ ഒരു ആത്മാവല്ലേ, അവൻ നേരെ ഭൂമികയുടെ ശരീരത്ത് കയറുന്നുണ്ട്. ഒരു ആത്മാവായ തനിക്ക് ശരീരം കിട്ടിയ ഒരു സന്തോഷം കുഡോയ്ക്കുണ്ട്. ഇതേ ടീം തന്റെ ശരീരത്ത് ഒരു ആത്മാവ് കയറിയ അമ്പരപ്പും അങ്കലാപ്പും ഭൂമികയ്ക്കുണ്ട്. ഒരേ ടീം ആ ഒരു ശരീരത്തിൽ ഇപ്പൊ 2 സോൾസ് ആണല്ലോ ഉള്ളത്. ഒന്ന് അതിന്റെ ഒറിജിനൽ ഉടമയായ ഭൂമികയുടേതും രണ്ടാമത് വലിഞ്ഞു വന്ന് കയറിയ കുഡോയുടെയും. അതുകൊണ്ട് തന്നെ ആ 2 സോൾസും അവളുടെ ശരീരത്ത് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. താൻ എന്തിനാ എന്റെ ശരീരത്ത് കയറിയത്? മര്യാദക്ക് ഇറങ്ങി പോകാനായി പറഞ്ഞു ഭൂമിക ദേഷ്യപ്പെടുമ്പോ ഞാൻ വേണമെന്ന് വെച്ച് വന്ന് കയറിയതൊന്നും അല്ലല്ലോ. നീ വീഴുന്നത് കണ്ട് ഒരു കൈ സഹായത്തിന് വേണ്ടി കൈ നീട്ടിയപ്പോ ഇങ്ങനെ സംഭവിക്കുന്ന വിചാരിച്ചു
വിചാരിച്ചില്ല. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, പുറത്തിറങ്ങാൻ പറ്റുമോന്ന് അറിയാലോ എന്നും പറഞ്ഞ് കുറച്ച് പരിശ്രമിച്ചിട്ടാണെങ്കിലും ഒരുവിധം ഭൂമികയുടെ ശരീരത്തിൽ നിന്ന് കുടോ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അയാളെ കണ്ടപാടെ പേടിച്ച് അവിടെ നിന്ന് ഭൂമിക ഓടുന്നുണ്ടെങ്കിലും അവൾ എങ്ങോട്ടൊക്കെ ഓടിപ്പോയാലും കുടോ അവളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അവൾ ഓടി ഓടി കിതച്ച് നിൽക്കുമ്പോ പാവം തോന്നവൻ, ഞാൻ വേണമെന്ന് വെച്ച് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതല്ല, നീ എന്നെ വിട്ട് ഒരു ദൂരം പോകുമ്പോ ഞാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന, അതുകൊണ്ട് എന്റെ അടുത്തുനിന്ന് ഇനി ഓടി രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട, അതിന് നടക്കൂന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് കുടു പറയുന്നുണ്ടെങ്കിലും ഭൂമിക്ക് കേൾക്കാതെ വീണ്ടും ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ അവൾ പോകുന്ന സമയത്താണ് ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് നിന്ന് ലിഡയെ അവളുടെ ബോയ് ഫ്രണ്ട് ഉപദ്രവിക്കുന്ന കാഴ്ച ഭൂമിക്ക കാണുന്നത്. ഭൂമിക്ക് കണ്ടപാടെ ആ ബോയ് ഫ്രണ്ട് ഒന്നും അറിയാത്ത രീതിയിൽ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും ഭൂമിക്ക വിടുന്നില്ല. നീ എന്താ ഇപ്പൊ എന്റെ ഫ്രണ്ടിനെ ചെയ്തത്? എപ്പോഴും എന്തിനാ അവളെ നീ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് നിനക്ക് ഉപദ്രവിക്കാനുള്ള ഒരു കളിപ്പാട്ടാണോന്നല്ല ഭൂമിക്ക ചോദിക്കുമ്പോഴേക്കും അവൾ എന്റെ ഗേൾ ഫ്രണ്ടാ, ഞാനും അവളും തമ്മിൽ പല കാര്യങ്ങളും കാണും, അതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു ലിഡയും കൂട്ടി അവിടെ നിന്ന് അവൻ പോകുന്നുണ്ട്. ഭൂമിക ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോ കുടോ അവളുടെ അടുത്തേക്ക് എത്തുന്നു. നിന്റെ ഫ്രണ്ടിനെ ഉപദ്രവിക്കുന്ന അവനെ കണ്ടിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? പക്ഷെ നിനക്ക് അതിനിപ്പോ കഴിയില്ലല്ലേ? അതിനുള്ള ധൈര്യം നിനക്കില്ലേ? ആഗ്രഹം ഉണ്ടായിട്ടും അത് ചെയ്യാൻ സാധിക്കാതെ എങ്ങനെ നിന്ന് എങ്ങനെ ശരിയാവും? നിന്നെ ഞാൻ അതിനെ സഹായിക്കാം, എന്താ എന്റെ സഹായം വേണോന്ന് അവളുടെ മനസ്സ് വായിച്ച പോലെ കുടോ ചോദിക്കുന്നുണ്ട്. കാര്യം അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണോന്ന് ലിഡയുടെ അവസ്ഥ കണ്ട് ഭൂമികയ്ക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ പ്രേതം തന്നോട് തന്റെ ശരീരത്ത് കയറി അവനിട്ട് രണ്ടെണ്ണം കൊടുക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ഓർക്കുമ്പോ അവൾക്ക് അതിനൊട്ടും താല്പര്യമില്ല. അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞവൾ ഒഴിവാക്കാനായി നോക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ വീണ്ടും ലിഡ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അടിമേടിച്ച് നിൽക്കുന്ന കാഴ്ച കാണുന്ന ഭൂമികയ്ക്ക് ഈ പ്രേതത്തിന്റെ സഹായം മേടിച്ചിട്ടാണെങ്കിലും സാരില്ല, ലിഡയെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വേഗം തന്നെ കുടോയെ അവളുടെ ശരീരത്ത് കയറ്റുന്നുണ്ട്. തുടർന്ന് വേഗം അവന്റെ അടുത്തേക്ക് ചെന്ന് കണക്കിന് കൊടുക്കുന്നു. ഈവൻ അടിക്കുന്ന ടീം ഭൂമികയ്ക്ക് പോലും അവൾക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ഒരു ഭയങ്കരമായ ആശ്ചര്യമുണ്ടായിരുന്നു. ഭൂമിക്ക് ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് ലിഡയും അന്തം വിട്ട് നിൽക്കുന്നു. ഇതില് ഏറ്റവും രസം അടി കൊള്ളുന്നവന്റെ കാര്യമാണ്. കാരണം അവന് ഒരു സമയം രണ്ടുപേര് അടിക്കുന്ന കണക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ശരീരത്ത് രണ്ട് സോൾസ് ഉണ്ടല്ലോ, അപ്പൊ രണ്ട് ടൈപ്പ് ഒരു മാനറിസംസ് അടി കൊള്ളുന്ന അവന് പെട്ടെന്ന് ഫീൽ ആവുന്നുണ്ടെങ്കിലും അവന് ഇത് എന്ത് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അവന് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ ഭൂമികയ്ക്ക് കുടോയുടെ സഹായത്തോടു കൂടി സാധിക്കുന്നു. അങ്ങനെ അവരവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടിയ ശേഷം ലിഡ ഭൂമികയെ പിടിച്ച് നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഭൂമിക ഒരിക്കലും ഫൈറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല, അവൾക്ക് ഫൈറ്റ് എന്ന് പറയുന്നതേ പേടിയുള്ള ഒരു കാര്യമാണ്. എന്നിട്ടും അവൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തതില്ല. ലിഡയ്ക്ക് ഒരു ഡൗട്ട്. ലിഡ അത് ചോദിക്കുമ്പോ ഇതെല്ലാം ആ പ്രേതത്തിന്റെ പരിപാടിയാണെന്നും പറഞ്ഞ് തന്റെ ശരീരത്ത് കയറിയ കുടയുടെ ആത്മാവിനെ പറ്റി ഭൂമിക ലിഡയോട് പറയുന്നുണ്ട്. ലിഡയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ത്രില്ല്. കാരണം ഭൂമികയ്ക്ക് മാത്രം കാണാൻ സാധിക്കുന്ന, അവൾക്ക് മാത്രം കേൾക്കാൻ സാധിക്കുന്ന ആ പ്രേതത്തെ പറ്റി കൂടുതൽ അറിയാനായി ലിഡയ്ക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ പ്രേതം ഇപ്പൊ ഇവിടെ ഉണ്ടോ, അതുവല്ലം പറയുന്നുണ്ടോന്നൊക്കെ ഭൂമിക്ക് ഇടയ്ക്കിടയ്ക്ക് ലിഡ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ ടോക്സിക് ബോയ് ഫ്രണ്ടിൽ നിന്ന് ഒന്ന് വിട്ടു മാറണം, ഒരു ബ്രേക്കപ്പ് വേണമെന്ന് ലിഡയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും അവനെ പേടിച്ചിട്ട് അതിനുള്ള ധൈര്യം പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തായാലും ഈ പ്രേതത്തിന്റെ സഹായത്തോടു കൂടി അത് സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ലിഡ. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ടീം കുടോ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അവൻ എങ്ങനെയാണ് ഭൂമികയുടെ കൂടെ കൂടിയതെന്ന്. കാരണം അവളുടെ പോക്കറ്റിൽ ആ ഒരു ബുള്ളറ്റ് കേസ് ഉള്ളത് മനസ്സിലാക്കുന്ന അവൻ റോഡിന് എന്ത് കിട്ടിയാലും എടുത്ത് പോക്കറ്റ് ഇടുന്നത് ഒരു ശീലമാണോ, അതുകൊണ്ടാ ഈ ഒരു പണി നിനക്ക് കിട്ടിയത്. ആക്ച്വലി ഇത് എന്നെ വെടിവെച്ചപ്പോ തെറിച്ചു വീണ ബുള്ളറ്റ് കേസാ, അത് നീ എടുത്തത് കൊണ്ടാ ഞാനിപ്പോ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഞാനൊരു കോൺട്രാക്ട് കില്ലറാണ്. ഒരു വലിയ ഏജൻസിക്ക് വേണ്ടി അവർ പറയുന്ന ആളുകളെ അതീവ രഹസ്യമായി വളരെ പ്രൊഫഷണൽ ആയി കൊന്നുകൊണ്ടിരുന്ന ഒരു കൊലയാളി. പക്ഷെ എന്നെ തന്നെ ആരോ വെടി വെച്ച് കൊന്നു. തീർച്ചയായും അത് ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ആരാണ്, എന്താണ്, എന്തിനാണെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഒരു പക്ഷെ അത് കണ്ടെത്താനായി എന്നെ നീ സഹായിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് തന്റെ കൊലയാളിയെ കണ്ടെത്തി പ്രതികാരം വീട്ടാനായി സഹായിക്കണമെന്ന് ഒരു പ്രേതം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഭൂമികയുടെ കിളി പറക്കുന്നുണ്ട്. ഓൾറെഡി തന്റെ കൂടെ കൂടിയിരിക്കുന്ന പ്രേതം ഒരു സാധാ പ്രേതമല്ല, അത് വലിയൊരു കൊലയാളിയുടെ പ്രേതമാണെന്ന് കേട്ടപ്പോഴേ അവളുടെ പാതി ജീവൻ പോയി. അപ്പൊ പിന്നെ ആ പ്രേതത്തിന്റെ പ്രതികാരം ചെയ്യാനായി അവൾ അയാൾക്ക് ഒരു കൊലപാതകത്തിന് കൂട്ടി നിൽക്കണമെന്നൊക്കെ കേൾക്കുമ്പോ പറയണോ അവസ്ഥ. ഈ മേല താൻ പറയുന്നത് ഞാൻ കേൾക്കാനേ പോകുന്നില്ല, കേൾക്കുമ്പോഴാണല്ലോ തന്നെ ഞാൻ സഹായിക്കേണ്ടി വരുന്നത്. താൻ എന്തോ വേണേലും പറഞ്ഞോ, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു, തനിക്ക് കാണാൻ വേണ്ട കേൾക്കാൻ വേണ്ടെന്നും പറഞ്ഞ് കുടുവയെ മൈൻഡ് ചെയ്യാതെ റെസ്റ്റോറന്റിൽ നിന്ന് ഭൂമിക ഇറങ്ങി നടക്കുമ്പോ ഭൂമിക്ക് ഈ പറയുന്നത് മാത്രമേ ലിഡയ്ക്ക് കേൾക്കുന്നുള്ളൂ. ഇവളെന്തീ പറയുന്നത് മട്ടില് പുറകെ തന്നെ പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ പ്രേതത്തെ ഒഴിപ്പിക്കാൻ പ്രാർത്ഥന നല്ലൊരു വഴിയാണെന്ന് തോന്നി ഭൂമിക പ്രാർത്ഥിക്കാനായി പോകുമ്പോഴേക്കും ആക്ച്വലി കുടോ അവിടെയും അവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അവൾ മൈൻഡ് ആക്കാതെ ഇരിക്കുകയാണ് കുടോയെ. ഈ സമയത്താണ് ഭൂമികയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്. ഭൂമിക ഒരാളെ ഡേറ്റ് ചെയ്യാനായി പോയിരുന്നില്ല, അയാളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഭൂമികയ്ക്ക് ഇഷ്ടമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ ഒരു ബാറിലേക്ക് അവളെ വിളിക്കുമ്പോൾ അയാളെ കാണാൻ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിലും ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ഭൂമികയ്ക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ പോകാം, പുള്ളി ഒന്ന് കാണാലോ എന്ന രീതിക്ക് അവൾ അങ്ങോട്ട് പോകാനായി തയ്യാറാവുന്നു. എന്തായാലും ഈ ഒരു മെസ്സേജ് ഒക്കെ അടുത്ത് വന്ന് കണ്ടിരുന്ന കുടോ അതിലെന്തോ ഒരു പന്തികേട് മണത്തത് കൊണ്ട് തന്നെ പോവണ്ട, അവരാള് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നല്ല ഭൂമികയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് മൈൻഡ് ആക്കാതെ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ആ ബാറിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ അവർ ഭൂമികയോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൾ അറിയാതെ അവൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന ഡ്രിങ്ക്സിൽ ലഹരി മരുന്ന് അവർ മിക്സ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന കുടു അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു.
കൊടുക്കുന്നുണ്ടെങ്കിലും കുഡോയെ അവോയ്ഡ് ചെയ്യണം എന്ന ഒരു രീതിയിൽ അവൾ അത് ഇഗ്നോർ ചെയ്ത് വിടുന്നു. പക്ഷെ കുടിച്ചപാടെ ഭൂമികയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോഴാണ് അവൾക്ക് ഇതിലെ ചതി മനസ്സിലാവുന്നത്. അവൾ വേഗം തന്നെ കുഡോയോട് സംസാരിക്കുന്നുണ്ട്. നീ അപ്പോഴേ എന്നോട് പറഞ്ഞ, പക്ഷെ ഞാനത് കേട്ടില്ല. അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവളാകട്ടെ മൊത്തത്തിൽ അങ്ങനെ വയ്യാഴിക വരുന്ന കണക്ക് കുടിച്ചിരുന്നില്ല. കുഡോ പറഞ്ഞതില് കാര്യമുണ്ടെന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് മാറിയപ്പോഴേ മനസ്സിലായ അവൾ വളരെ അലേർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവന്മാർക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തോന്നുന്നുണ്ട്. കുഡോ അത് മനസ്സിലാക്കി, ബാ കൈതാ, ഞാൻ നിന്റെ ശരീരത്തിൽ കയറി അവന്മാർക്കിട്ടുള്ള പണി കൊടുക്കാന്ന് പറയുമ്പോഴേക്കും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മൾ അടിക്കണോ, അല്ലാതെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഭൂമിക അവരോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് ഏറ്റെടുത്ത് പോലീസിന്റെ മുന്നിൽ സറണ്ടർ ആയിക്കോ. നിങ്ങൾ എനിക്ക് ലഹരി മരുന്ന് കലക്കി തന്ന് എന്നെ ഉപദ്രവിക്കാനായിട്ടുള്ള പ്ലാനിങ് അല്ലായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പോവാ. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോളാനായി പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ മര്യാദയ്ക്ക് നിൽക്കാനുള്ള ഭാവം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതോ ഇവൻ നിങ്ങളെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കൊരു ഗ്യാരണ്ടി തരാൻ സാധിക്കില്ല എന്നല്ല അവൾ പറയുന്നുണ്ടെങ്കിലും അവരുണ്ട് ഇവള് പറയുന്ന കേൾക്കുന്നു. അവന്മാരുടെ മട്ടുഭാവം കണ്ട് ശരി, ഇനിയിപ്പോ സംസാരം ഒന്നും വർക്കൗട്ട് ആവില്ല, ആക്ഷൻ തന്നെയാണ് ഇവന്മാർക്കുള്ള മരുന്നെന്ന് മനസ്സിലാക്കുന്ന അവൾ കുഡോയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ കുഡോ അവളുടെ ശരീരത്ത് കയറിയ ഉടനെ തന്നെ അവന്മാർക്കിട്ടുള്ള പണി അവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ആദ്യം തന്നെ അവളെ ഡേറ്റ് ചെയ്യാൻ വന്നിപ്പോ വീണ്ടും സ്നേഹത്തോടെ വിളിച്ചു വരുത്തി മുട്ടും പണി കൊടുക്കാനായി നോക്കി അവനിട്ട് തന്നെയാണ് ആദ്യത്തെ അടി കൊടുക്കുന്നത്. പിന്നീട് ഇൻഫ്ലുവൻസർക്കും കൊടുക്കുന്നു. അപ്പോഴേക്കും ആ ബാറിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റാഫ്സ് അടിയിൽ ഇടപെടുന്നുണ്ട്. കാരണം അവര് ഇവരുടെയൊക്കെ കൂട്ടാളികളാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അങ്ങനെ അടിക്കാനുള്ള ആൾക്കാർ കൂടുമ്പോഴേക്കും കുഡോ ഒരു കത്തി എടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടപാടെ ഭൂമിക്ക് അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ ചുമ്മാ കത്തി എടുത്ത് ഇവന്മാരുടെ ഒക്കെ കഥ കഴിച്ചു കഴിഞ്ഞാൽ പോലീസ് എത്തി നിങ്ങളെ ആയിരിക്കില്ല എന്നെ ആയിരിക്കും പിടിക്കുന്നത്. അതുകൊണ്ട് ആരെയും കൊല്ലാനൊന്നും നിൽക്കണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് അവൾ പ്രത്യേകമായി പറയുമ്പോൾ മനസ്സോടെ കുഡോ അതിനെ സമ്മതിക്കുന്നു. ഇവന്മാർക്കിട്ടൊക്കെ നല്ലത് കൊടുത്ത് കഥ കഴിക്കാനുള്ള ദേഷ്യം അവനുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ മൊത്തത്തിൽ ഒരു 4 പേരെ അടിച്ചവിടെ താഴെ ഇടാനായി കുഡോയ്ക്ക് സാധിക്കുന്നു. പക്ഷെ പ്രശ്നം തീർന്നില്ല. ഇവരിവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാല് രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്നെങ്കിൽ ഇവർ പോലീസ് കേസ് കൊടുത്താല് പോലീസ് വന്ന് ഇവരെ ഉപദ്രവിച്ചെന്ന രീതിക്ക് ഇനി ഭൂമിക്കായിരിക്കും അറസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവന്മാരെ തന്നെ ഭൂമിക്ക് കിട്ടി ഇനിയും പണി കൊടുക്കാനേ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാരുടെ കഥ കഴിക്കണം. പക്ഷെ അത് നാളെ ഭൂമിക്ക് ഒരു പ്രശ്നമാവാത്ത രീതിയിൽ വേണം ചെയ്യാനായി. അതുകൊണ്ട് ഇനിയിപ്പോ അതിനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് ഭൂമിക്കയുമായി ഡിസ്കസ് ചെയ്യുന്ന കുഡോ ഇവർക്ക് ഒറ്റയ്ക്ക് അതിന് സാധിക്കില്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ആളുടെ കൂടെ ആ ഒരു ഏജൻസിയിൽ കോൺട്രാക്ട് കൊലയാളിയായി ജോലി ചെയ്തിരുന്ന ഒരാളെ കോൺടാക്ട് ചെയ്യാനായി ഭൂമിക്കയോട് പറയുന്നു. എന്റെ പേര് പറഞ്ഞ് വിളിച്ചാൽ മതി, അവൻ വരുമെന്ന് പറഞ്ഞ് റിക്കു എന്ന ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് കുഡോ കൊടുക്കുന്നത്. അങ്ങനെ ഭൂമിക റിക്കുവിനെ വിളിച്ച് കുഡോയുടെ പേര് പറയുമ്പോഴേക്കും അയാൾ മരിച്ചത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്, പിന്നെന്തിനാ അയാളുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ച് റിക്കു സംസാരിക്കുമ്പോൾ ഒന്ന് ഇവിടം വരെ വരണം, ഒരു അത്യാവശ്യ കാര്യമെന്ന് പറഞ്ഞ് ഭൂമിക കുറെ സംസാരിക്കുമ്പോൾ റിക്കു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ മരിച്ച കുഡോയുടെ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തുന്നതെന്ന് ചോദിച്ച് കണ്ടപാട് റിക്കു ഭൂമിക്ക് അറ്റാക്ക് ചെയ്യാനേ ഒരുങ്ങുമ്പോഴേക്കും കുഡോ ഭൂമിക്കയുടെ സമ്മതം പോലും ചോദിക്കാതെ അവളുടെ ശരീരത്തേക്ക് കയറി റിക്കോയെ ഭൂമിക്ക് അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുണ്ട്. അതും പ്രത്യേകമായി കുഡോ ചെയ്യുന്ന അതേ സ്റ്റൈൽ ഒരു ആക്ഷൻ ഇവിടെ ഭൂമിക ചെയ്യുന്നത് കണ്ട്, അതും ഭൂമിക്കയെ പോലെ ഒരു സാധാരണ പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്യാനേ സാധിക്കില്ല എന്ന് ഉറപ്പ് തോന്നുന്ന റിക്കു ഭൂമിക പറഞ്ഞ കണക്ക് തന്നെ കുഡോയുടെ ആത്മാവളുടെ ശരീരത്തുണ്ടാകാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ ഒരു പേടിയൊന്നും കാണിക്കാതെ ഭയങ്കര ജാടയിൽ സംസാരിക്കുന്നുണ്ട്. കുഡോയുടെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു റിക്കു. പക്ഷെ കുഡോ മരിച്ച ശേഷം താനാണ് വലിയ സംഭവം എന്ന രീതിക്കാണ് റിക്കു ഇപ്പോ അവിടെ സംസാരിക്കുന്നതൊക്കെ തന്നെ. എന്താ ഈ ആക്ഷൻ കണ്ട് ഞാൻ പേടിക്കുന്നു വിചാരിച്ചൊന്നുമില്ല. റിക്കു ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്കിടയിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് വലിയ ആളെന്ന രീതിയിൽ കുറച്ച് ആക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ ഇടയിൽ പെട്ടു പോകുന്നത് പാവം നമ്മുടെ ഭൂമിക്കയാണ്. എന്തായാലും ഒടുക്കം റിക്കു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവരെ സഹായിക്കാനായി ആ 4 പേരെയും പൊക്കിക്കൊണ്ട് റിക്കു ഇവരെയും കൂട്ടി ഒരു വണ്ടിയിൽ പോകുന്നുണ്ട്. പോകുന്ന ടൈം ഭൂമിക റിക്കുയോട് അവരുടെ കമ്പനിയിൽ ആരായിരിക്കാം കുഡോയെ കൊന്നിട്ടുണ്ടാവുക, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ എന്താ ഡൗട്ട്, ഞങ്ങളുടെ പുതിയ ബോസ് തന്നെയാണ് കുഡോയെ കൊന്നത്. ജോലി ചെയ്ത ആ ജോലി നന്നായി ചെയ്തിട്ട് പോയപ്പോരെ ജോലി ചെയ്യാൻ കൊടുക്കുന്ന ബോസിനെ ഭരിക്കാൻ പോകേണ്ട കാര്യമുണ്ടോന്നെല്ലാം കുഡോയെ ഒന്ന് കുത്തി സംസാരിക്കുന്ന റിക്കു ഇവർക്ക് അവിടെ ചേർന്ന സമയത്ത് ഉണ്ടായിരുന്ന ബോസ് ആയിരുന്നില്ല ഇപ്പൊ ഈ ലാസ്റ്റ് ഉണ്ടായിരുന്നത്. ആ ബോസ് മരിച്ച ശേഷം ആളുടെ മകനാണ് ഇവരുടെ ഏജൻസിയുടെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് നടത്തിയത്. ആ ഒരു പുതിയ ബോസിന്റെ നടപടി ഒന്നും ശരിയല്ല എന്ന് പറഞ്ഞ് കുഡോ എപ്പോഴും എതിർത്ത് നിൽക്കുമായിരുന്നു. ആളൊരു സാഹചര്യം വന്നപ്പോ കുഡോയുടെ കഥ കഴിച്ചു. എനിക്കതാ മനസ്സിലാവുന്നതെന്ന് റിക്കു പറയുമ്പോൾ ഭൂമിക്കയും കുഡോയും അത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുന്നുണ്ട്. കാരണം ആരാണ് കുഡോയെ കൊന്നതെന്ന് കുഡോയ്ക്ക് അറിയില്ല. അത് കണ്ടുപിടിച്ച് പ്രതികാരം വീട്ടിയാലല്ലേ ഭൂമിക്കയ്ക്ക് കുഡോയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനേ സാധിക്കും. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ആ 4 പേരെയും കൊണ്ടുവന്ന് കൊല്ലാനായുള്ള പ്ലാൻ ആണല്ലോ ഇവരുടേത്. പക്ഷെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ടെങ്കിലും അങ്ങനെ ഒറ്റയടിക്ക് റിക്കു കൊല്ലുന്നില്ല. അതെ, നിങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളാണോ ഞാനാണോ നല്ലൊരു കില്ലർ എന്ന രീതിയിൽ നമുക്കിടയിൽ ഒരു കോൾഡ് വാർ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. നിങ്ങൾ ആ പെണ്ണിന്റെ ശരീരത്ത് കയറ്, എന്നിട്ട് നമുക്ക് 2 പേർക്കും ഇവന്മാരെ ഒന്ന് വെടിവെച്ച് നോക്കാം, ആരാണ് ഷാർപ്പ് ഷൂട്ടർ എന്ന് അറിയാലോ എന്ന് റിക്കു അവിടെ ഒരു ചലഞ്ച് അവിടെ വെക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല, നിങ്ങൾ തമ്മിൽ ചലഞ്ച് വെച്ചാലും അയാൾ എന്റെ ശരീരത്ത് കയറണ്ടേ ഇവരെ കൊല്ലാനായിട്ട്. എനിക്കത് പറ്റില്ല, എനിക്ക് അങ്ങനെ ആരെയും കൊല്ലുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളെ സഹായത്തിന് വിളിച്ചത്. അല്ലെങ്കിൽ ഇയാളെ എന്റെ ശരീരത്ത് കയറ്റി കൊന്നാ പോരായിരുന്നോ? അത് പറ്റില്ല എന്ന് ഭൂമിക എതിർക്കുന്നു.
നോക്കുന്നു. എന്തായാലും ഇവരെ കൊന്നിട്ട് നിങ്ങൾ പോകാനുള്ള വഴി നോക്കുന്ന റിക്കുവിനോട് ഫൂമിക്ക പറയുമ്പോൾ റിക്കു അങ്ങനെ അവരവിടെ കൊന്നുകളയുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം ഫൂമിക്ക കുഡോയോട് നന്ദി പറയുന്നു. കാരണം ലിഡയെ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും ഒപ്പം ആ ഒരു ബാറിൽ വെച്ച് താൻ ഉപദ്രവിക്കപ്പെടേണ്ട ആ ഒരു സാഹചര്യത്തിൽ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ രക്ഷപ്പെട്ടത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അവളിപ്പോ നന്ദി പറയുമ്പോൾ ആക്ച്വലി ജീവിച്ചിരുന്നപ്പോ ഞാൻ കിട്ടുന്ന ഓർഡർ അനുസരിച്ച് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. അവരൊക്കെ നല്ലവരാണോ ചീത്ത ആളുകളാണോ എന്ന് പോലും നോക്കാതെ അവരെ കൊന്നുകളേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. എന്തായാലും നീ കാരണം എനിക്കിപ്പോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചല്ലോ, അതിന് ഞാൻ വേണ്ട നിന്നോട് താങ്ക്സ് പറയാനെന്നായിരുന്നു കുഡോ തിരിച്ച് ഫൂമിക്കയോട് പറയുന്നത്. അങ്ങനെ ഇവരിവിടെ നല്ല കമ്പനിയായി മാറുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കുഡോയെ കൊന്ന അവരുടെ ആ ഒരു പുതിയ ബോസിനെ കാണുന്നത്. അയാളുടെ അടുത്തേക്ക് ചെന്ന് റിക്കു കുഡോയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കുഡോയുടെ ആത്മാവ് ഒരു കോളേജ് വിദ്യാർത്ഥിനിയുടെ ശരീരത്താണ് ഇപ്പോൾ ഉള്ളതെന്നും ആ ഒരു ആത്മാവ് പ്രതികാരം വീട്ടാൻ വരാൻ സാധ്യതയുണ്ടെന്നും ആളെ കൊന്ന ഈ ഒരു മുതലാളിയുടെ അടുത്ത് തന്നെ ചെന്ന് റിക്കു പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ കൊല്ലാനായിട്ട് അങ്ങനെ ആത്മാവ് മറ്റൊരു ശരീരത്തിൽ കയറുന്നോ എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്നുള്ള രീതിക്ക് മുതലാളി വേഗം തന്നെ തന്റെ ഗുണ്ടകളെ അങ്ങോട്ടേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ഭൂമിക്ക് ഉറങ്ങുകയായിരുന്നെങ്കിലും കുഡോ ഒരു ആത്മാവായതുകൊണ്ട് തന്നെ അവന് ഉറക്കമില്ലല്ലോ. വീടിന്റെ അവിടേക്ക് ആരൊക്കെയോ വരുന്ന ആ ഒരു കാഴ്ച കേൾക്കുമ്പോൾ തന്നെ പന്തികേട് മനസ്സിലാക്കുന്ന കുഡോ എത്ര പേര് വരുന്നുണ്ടാവുന്ന ആ ഒരു ഫുഡ് സ്റ്റെപ്സ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുകയും വേഗം തന്നെ ഭൂമികയുടെ ശരീരത്തേക്ക് കയറിയും അവിടേക്ക് കടന്നു വന്ന ഗുണ്ടകളുടെ കഥ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഗുണ്ടകളുടെ കൂടെ വന്നവരുടെ ഹെഡ് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അകത്തുനിന്ന് വെടിയൊച്ച കേട്ടപാടെ ആ പെണ്ണിന്റെ കഥ തന്റെ ആളുകൾ കഴിച്ചിട്ടുണ്ടാവുന്ന കരുതി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അവിടെ തന്റെ ആളുകൾ വെടിയേറ്റ് കിടക്കുന്ന കാഴ്ചയാണ് ആൾ കാണുന്നത്. അവിടെ അരിച്ചു പറക്കുമ്പോ അന്വേഷിച്ചെന്ന ആ പെൺകുട്ടി അവിടെ കാണുന്നേയില്ല. അപ്പോഴേക്കും കുഡോ ഭൂമികയും കൊണ്ട് ജനാല വഴി എസ്കേപ്പ് ആയി പോയിരുന്നു. ഭൂമികയും കൊണ്ട് തനിക്കറിയാവുന്ന സുരക്ഷിതം എന്ന് തോന്നിയ ഒരു താവളത്തിലേക്കാണ് കുഡോ പോകുന്നത്. അവിടെ അവർ എത്തുമ്പോഴേക്കും അവിടെ റിക്കു അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് തന്നെ കുഡോ ഭൂമിക്കയും കൊണ്ട് എസ്കേപ്പ് ആയി വരാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നിയിരുന്നു. അവനെ കണ്ടവടെ നിനക്ക് ഞാൻ ഈ പെണ്ണിന്റെ ശരീരത്തുണ്ടെന്ന് മനസ്സിലായ ഉടനെ തന്നെ നീ ആ ന്യൂസ് പോയി ചോർത്തി കൊടുത്തല്ലേ എന്ന് ചോദിച്ചു കുഡോ വേഗം തന്നെ റിക്കുവുമായി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കുഡോയുടെ കയ്യിൽ എത്തുന്ന സമയത്താണ് കുഡോയ്ക്ക് താൻ വെടിയേറ്റ് മരിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇല്യൂഷനായി വരുന്നത്. ആക്ച്വലി അന്ന് കുഡോയെ വെടിവെച്ചത് ഈ റിക്കു തന്നെയായിരുന്നു. അതും വേണമെന്ന് വെച്ച് അങ്ങനെ വെടിവെച്ചിട്ടതല്ല. അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ആരാണ് വലുത് നീയാണോ ഞാനാണോ എന്ന ആ ഒരു ദേഷ്യത്തിൽ വെടിവെച്ചിട്ടതല്ല, മറിച്ച് കുഡോയുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും ഇഷ്ടപ്പെടാതിരുന്ന അവരുടെ പുതിയ ബോസ് കുഡോയെ ഒഴിവാക്കാനായി ആളെ കൊല്ലാനായിട്ടുള്ള ചുമതല റിക്കുവിനെ ഏൽപ്പിച്ചിരുന്നു. ബോസ് എന്ത് പറഞ്ഞാലും അത് ചെയ്യണമെന്ന ആ ഒരു കാര്യം ഒന്നുകൊണ്ട് മാത്രം കുഡോയെ റിക്കു വെടിവെച്ച് കൊല്ലുകയായിരുന്നു. പക്ഷെ അപ്പോഴും അവൻ വെടിവെക്കാനായി വന്നെങ്കിലും തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് കൈ പിടിച്ചു കൊണ്ടെന്ന് തന്റെ പറഞ്ഞു വരുമ്പോ ഗുരുസ്ഥാനത്തുള്ള കുഡോയെ കൊല്ലാനായി റിക്കുവിന് ആദ്യം മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഡോയെ കൊല്ലാനായി എത്തിയ ആ 3 പേരെ കുഡോ കൊന്ന ശേഷം ഇരിക്കുന്ന ടീം കുഡോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിലും വെടിവെക്കാതെ അറച്ചു നിൽക്കുന്നത് കണ്ട കുഡോ ആണ് വെടിവെക്കാനായി ആവശ്യപ്പെട്ടത്. ഒരുപാട് തവണ കുഡോ നിർബന്ധിച്ച ശേഷമാണ് റിക്കു അന്ന് വെടിവെച്ചത്. എന്തായാലും മനസ്സിലാ കൂടി തന്നെയാണ് അവൻ വെടിവെച്ചത്. ഇപ്പൊ റിക്കു എന്തുകൊണ്ടാണ് എന്നിട്ട് കുഡോ ഭൂമികയുടെ ശരീരത്തുള്ള കാര്യം അവരുടെ പുതിയ ബോസിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാലേ ബോസ് വീണ്ടും കുഡോയെ കൊല്ലാനായി കുഡോയുടെ മുന്നിലെത്തു. അപ്പോഴേ കുഡോയ്ക്ക് തന്നെ കൊന്ന ആ ബോസിനെ കൊല്ലാനായി സാധിക്കൂ എന്ന കാര്യം അറിഞ്ഞുകൊണ്ട് കുഡോയ്ക്ക് അവന്റെ പ്രതികാരം വിട്ടാനായി ഒരു സഹായമായിരുന്നു ആക്ച്വലി കുഡോയെ പറ്റിയുള്ള കാര്യങ്ങൾ വീണ്ടും ബോസിന് പറഞ്ഞു കൊടുത്ത് റിക്കു അവിടെ ചെയ്തത്. അങ്ങനെ അത് മനസ്സിലാക്കുന്ന കുഡോയ്ക്ക് റിക്കുവിനോടുള്ള ദേഷ്യം മാറുന്നുണ്ട്. ഈ സമയം റിക്കു എന്തായാലും നിനക്ക് ഇനി ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ ശരീരത്ത് കുഡോ കയറുന്നു മനസ്സിലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബോസ് തീർച്ചയായും നിന്റെ കഥ കഴിക്കും. അതുകൊണ്ട് നാട് വിട്ടു പൊക്കോ, അത് നല്ലത്. നീ നാട് വിട്ടു പോയിന്ന് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ പിന്നെ നിന്നെ കൊണ്ട് ശല്യമില്ല എന്ന് മനസ്സിലാക്കി അയാൾ നിന്നെ ഉപദ്രവിക്കാൻ വരില്ല എന്ന് റിക്കു പറയുമ്പോൾ ഞാൻ ഒരിക്കലും നാട് വിട്ടു പോയില്ല. അയാളെ കൊന്ന് ഞാൻ ഈ നാട്ടിൽ തന്നെ ജീവിക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തു നാട് വിട്ടു പോകാനല്ല. ദേഷ്യം വരുന്ന ഭൂമിക ഞാനും കുഡോയും കൂടി ചേർന്ന് അയാളുടെ കഥ കഴിക്കാൻ പോവാ. എന്തായാലും അയാളെ കൊന്നാലേ കുഡോയ്ക്ക് സമാധാനം കിട്ടും. കാരണം അയാളല്ലേ കുഡോയുടെ കഥ കഴിച്ചത്. അത് എന്റെ കൂടി ആവശ്യമായി ഇപ്പൊ മാറിയിരിക്കുകയാണെന്നെല്ലാം പറയുമ്പോ ശരി നിങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോ ഞാനായിട്ട് മാറി നിൽക്കുന്നില്ല, ഞാനും വരാം, നമുക്ക് 3 പേർക്കും കൂടി അയാളുടെ കഥ കഴിക്കാന്നും പറഞ്ഞ് അങ്ങനെ ഇവർ ബോസിനെ കൊല്ലാനായി പോകുന്നുണ്ട്. ഈ ബോസിന്റെ അടുത്തേക്ക് റിക്കുവിന് ചെല്ലാം. കാരണം അവൻ അയാളുടെ ആളായിട്ട് തന്നെയാണല്ലോ നിൽക്കുന്നത്. അകത്തേക്ക് ചെന്ന് അവിടെ എത്ര പേരുണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇവർക്ക് ഇൻഫർമേഷൻ അവൻ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും അവർ അകത്തേക്ക് ചെന്ന് അവിടെ മാരകമായ ഒരു ഫൈറ്റ് നടത്തി ഒടുക്കം ആ ഒരു ബോസിനെയും കൊല്ലുന്നുണ്ട്. ഈ ഒരു സമയം വലിയൊരു ഫൈറ്റിന് ശേഷം ശത്രുവിനെ കൊന്ന ആ ഒരു സന്തോഷം ഫൈറ്റ് ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ആരെയും കൊല്ലാൻ താല്പര്യമില്ലാതിരുന്ന ഭൂമികയ്ക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവൾ ആദ്യമൊക്കെ കുഡോയെ ഒരു ശല്യമായി കണക്കാക്കിയെങ്കിലും പിന്നീട് കുഡോ കൂടെ ഉള്ളത് അവളുടെ ലൈഫിൽ എത്രത്തോളം വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്, അവളെ എത്രത്തോളം കോൺഫിഡന്റ് ആക്കി എന്ന ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന അവൾ കുഡോയോട് കുഡോ തന്റെ കൂടെ നിന്ന് പോവണ്ടെന്ന രീതിക്ക് പറയാനായി വരുന്നുണ്ടെങ്കിലും കുഡോ അവൾക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് അവനെ കൊന്ന ആ ഒരു ബോസിനെ കൊന്ന ശേഷം അവളുടെ ശരീരം വിട്ടുപോകുന്നു. അത് ഭൂമിക ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ലെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും കാര്യം മനസ്സിലാക്കുന്ന റിക്കു എന്തായാലും നടന്നതൊക്കെ മാറുന്ന ഒരു സ്വപ്നം കണക്ക് മാത്രം അതിനെ കണ്ട് മുന്നോട്ട് നിന്റെ ജീവിതം ജീവിച്ചു പോകും. പിന്നെ നിന്റെ വീട്ടിൽ മുന്നേ അവര് നിന്നെ കൊല്ലാൻ വന്നപ്പോ നടന്ന വെടിവെപ്പിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരാം. അതായിരിക്കും നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന അവസാന കോൺടാക്ട്. എന്നെ പോലെ ഒരു കോൺട്രാക്ട് കൊലയാളി ഒരിക്കലും നിന്നെ പോലെ ഒരാൾക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആളെയല്ല. പക്ഷെ നീ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കുഡോയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചത്. എന്തായാലും നിന്റെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു പറഞ്ഞ് റിക്കു അങ്ങനെ ഭൂമികയോട് ടാറ്റ ബൈ ബൈ പറയുന്നു. അങ്ങനെ ഭൂമിക അവളുടെ ലൈഫുമായി
കഥയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു കഥയുമായി കണ്ടുമുട്ടും വരെ ബൈ.